ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ബബിൾ സ്കേർട്ട് കണ്ടിരുന്നു. എനിക്കത് കണ്ടപ്പോൾ തന്നെ തോന്നി അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഇട്ടാൽ കൊള്ളാമെന്ന്. 2 ടൈപ്പ് ഓഫ് സ്കേർട്ടിൻ്റെ കോമ്പിനേഷനാണ് ഈ ഒരു ബബിൾ സ്കേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഒന്ന് കണ്ടിട്ട് വരാം. ഞാനിവിടെ ഓർഗാൻസ ഫാബ്രിക്കാണ് മെയിൻ ഫാബ്രിക്കായിട്ട് എടുക്കുന്നത്. പിന്നെ ലൈനിങ്ങിന് കോട്ടൺ ഫാബ്രിക്കുമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ബബിൾ സ്കേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ സർക്കുലർ സ്കേർട്ടിൻ്റെയും ക്വാർട്ടർ സർക്കുലർ സ്കേർട്ടിൻ്റെയും കോമ്പിനേഷനാണ്. മെയിൻ ഫാബ്രിക് നമ്മൾ ഫുൾ സർക്കുലർ സ്കേർട്ടായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫാബ്രിക് ഇതേപോലെ 4ആയിട്ട് മടക്കിയിടുന്നത്. ലൈനിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ക്വാർട്ടർ സർക്കുലർ സ്കേർട്ട് ചെയ്യും. അതുകൊണ്ട് ഫാബ്രിക് മടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫുൾ സർക്കുലർ സ്കേർട്ടിൻ്റെ ഇക്വേഷൻ, അതായത് റേഡിയസ് കാണാനായിട്ടുള്ള ഇക്വേഷനാണ് C/2π എന്ന് പറയുന്നത്. C എന്ന് പറയുന്നത് നമ്മുടെ സർക്കംഫറൻസ് ആണ്, അതായത് വേസ്റ്റ് റൗണ്ട്. പൈ വാല്യൂ നിങ്ങൾക്ക് അറിയാലോ, 3.14. അപ്പം 2 to 3 year old കിഡ്സിന്റെ സൈസ് ചാർട്ടിലാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 ഇഞ്ച് ആയിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ ബബിൾ സ്കേർട്ടിൽ നമ്മൾ താഴ്ഭാഗത്തായിരിക്കും അതിൻ്റെ ഗ്യാദേഴ്സ് ഒക്കെ കൊടുക്കുന്നത്. ഞാൻ ഓർത്തു മുകൾ ഭാഗത്തും കൂടെ ഗ്യാദേഴ്സ് കൊടുത്താൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കുമല്ലോ, ഒരു പഫ് ലുക്ക് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ മുകളിൽ നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഒപ്പം × 2 ചെയ്തത്. അതായത് വേസ്റ്റ് റൗണ്ടിന്റെ 2 ഇരട്ടി എടുത്തത്. കാരണം ഗ്യാദേഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് തുണി കൂടുതൽ വേണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ × 2 ചെയ്തത്. നിങ്ങൾക്കിപ്പം മുകൾ ഭാഗം, അതായത് വേസ്റ്റ് ബാൻഡിന്റെ ആ ഭാഗത്ത് ഗ്യാദറിങ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ × 2 ചെയ്യേണ്ട, ജസ്റ്റ് 20 ഇഞ്ച് മാത്രം എടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 20 × 2/6.28 എടുത്ത്, അതായത് 40/6.28. അപ്പോൾ നമുക്ക് 6.36 ആണ് കിട്ടുന്നത്. സ്കേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ ഈസ് കൊടുക്കുക, അതായത് ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു സ്കേർട്ടിൽ ഇലാസ്റ്റിക് പാൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചുരുങ്ങിപ്പോകും. അതുകൊണ്ട് ഞാനൊരു 2 ഇഞ്ച് ലൂസും കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് 8.36 കിട്ടിയത് കേട്ടോ. അപ്പോൾ ഈ കിട്ടിയ 8.36 നമ്മൾ ഫാബ്രിക് 4ആയിട്ടാണല്ലോ മടക്കിയിട്ട് അതിൻ്റെ കോർണർ പാർട്ടിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു 8.36 മാർക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ? അതായത് ഞാൻ എന്തുകൊണ്ടാണ് 2 ഇരട്ടി എടുത്തതെന്നുള്ളത് മനസ്സിലായല്ലോ. എനിക്ക് അവിടെ കുറച്ച് ഗ്യാദേഴ്സ് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ എടുക്കണ്ട. അപ്പം നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഈ മാർക്ക് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ വേസ്റ്റ് ലൈൻ ആയിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ 8.36 എന്നും പറഞ്ഞ് മാർക്ക് ചെയ്ത ആ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ റേഡിയസ് ആണ്. അത് നിങ്ങൾക്ക് തെറ്റിപ്പോകരുത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന 1/2 ഇഞ്ച് മുകളിലോട്ട് മാറ്റി മാർക്ക് ചെയ്യുന്ന നമ്മുടെ തയ്യൽ തുമ്പാണ്. ഇനി ഞാൻ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് 13 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ വേസ്റ്റ് ലൈനിൻ്റെ അവിടുന്ന് താഴത്തോട്ട് 13 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു സർക്കുലർ സ്കേർട്ട് ഹാഫ് സ്കേർട്ട് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഹാഫ് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അപ്പം 12 ഇഞ്ചിൽ 2 ഇഞ്ച് വേസ്റ്റ് ബാൻഡ് പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 10 ഇഞ്ചാണ് കിട്ടുന്നത്. ഈ 10 ഇഞ്ചിൽ ഈ ഒരു സർക്കിൾ സ്കേർട്ട് ചെയ്യാൻ, അതായത് ഈ ഒരു ബബിൾ സ്കേർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ആക്ച്വൽ ലെങ്ത് എത്രയാണോ അതിനോടൊപ്പം ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ നിങ്ങൾ എപ്പോഴും എക്സ്ട്രാ എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്കേർട്ട് മടങ്ങി വന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തായാലും നമ്മുടെ ലെങ്ത് കുറഞ്ഞു പോകും. അപ്പോൾ അത് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആക്ച്വൽ ലെങ്ത്തിൻ്റെ ഒപ്പം ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നത്. അങ്ങനെ നമുക്ക് 12 ഇഞ്ച് കിട്ടും. അതിനോടൊപ്പം 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയാണ് 13 ഇഞ്ച് ലെങ്ത് ആയിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ വേസ്റ്റ് ലൈൻ വരച്ചതുപോലെ തന്നെ താഴ്ഭാഗവും നമ്മൾ കോർണർ പോയിന്റിന്റെ അവിടെ ടേപ്പ് വെച്ച് ടോട്ടൽ ലെങ്ത് എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ സ്കേർട്ടിന്റെ വേസ്റ്റിന്റെ ആ ഭാഗം കണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട ഇത് എന്താ ഇത്രയും വലുതായെന്ന്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ അവിടെ ഗ്യാദേഴ്സ് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ 2 ഇരട്ടി എടുത്തുകൊണ്ടാണ് അത്രയും വലിപ്പം വന്നത്. ഇനി ഈ ഒരു സ്കേർട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ട് നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു ബബിൾ സ്കേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ കട്ട് ചെയ്യണം, എങ്കിലേ നമുക്കത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഓർഗാൻസ ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ഭാഗം എടുക്കാം. ലൈനിങ്ങിന് ഞാനൊരു 1/2 മീറ്റർ അല്ലെങ്കിൽ ഒരു 3/4 മീറ്റർ വരെയൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ ക്വാർട്ടർ സർക്കുലർ സ്കേർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ക്വാർട്ടർ സർക്കുലർ സ്കേർട്ട് എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി സർക്കുലർ സ്കേർട്ടാണ്. അതിൻ്റെ റേഡിയസ് കാണാനായിട്ടുള്ള ഇക്വേഷനാണ് 2C/π എന്നുള്ളത്. പൈ എന്ന് പറയുന്ന അറിയാലോ, 3.14. C എന്ന് പറയുന്ന സർക്കംഫറൻസ്, അതായത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് ആണ്. അപ്പം നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഇവിടെ എത്രയാണ്? 20 ഇഞ്ച്. 20 × 2 / 3.14. അപ്പോൾ 40/3.14. അപ്പോൾ നമുക്ക് 12.73 ഇഞ്ചാണ് കിട്ടുന്നത്. നമ്മൾ മെയിൻ സ്കേർട്ടിന് നമ്മൾ 2 ഇഞ്ച് ലൂസ് കൊടുത്തിരുന്നു.
അതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങിനും കൊടുക്കണം. നമ്മൾ മെയിൻ സ്കേർട്ടിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ലൈനിങ്ങിന് കൊടുക്കുക, മെയിൻ സ്കേർട്ടിന് കൊടുക്കുന്നില്ലെങ്കിൽ ലൈനിങ്ങിന് കൊടുക്കല് കേട്ടോ. അത് നിങ്ങൾ മറക്കല്ല. അപ്പം അങ്ങനെയാണ് നമുക്ക് 14.73 ഇഞ്ച് കിട്ടിയേക്കുന്നത്. അപ്പം റേഡിയസ് ആണ് നമുക്ക് 14.73 ഇഞ്ച് കിട്ടിയിരിക്കുന്നത്. അപ്പം ക്വാർട്ടർ സർക്കുലർ സ്കേർട്ടിൽ നമ്മൾ സ്കേർട്ട് ഇതേപോലെ 2ആയിട്ടോ 4ആയിട്ടോ ഒന്നും മടക്കണ്ട, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വെച്ചാൽ മതി. എന്നിട്ട് ആ കോർണർ ഭാഗത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ 14.73 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് നമ്മുടെ വേസ്റ്റ് ലൈൻ കറക്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പാർട്ട് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മുടെ സ്കേർട്ടിന്റെ ലെങ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 9 ഇഞ്ചാണ് വേസ്റ്റ് ലൈനിന്റെ അവിടെ നിന്ന് കൊടുക്കുന്നത് കേട്ടോ. ലൈനിങ്ങിന് നമ്മൾ ലെങ്ത് എടുക്കുമ്പോൾ മെയിൻ സ്കേർട്ടിന് നമ്മൾ എത്രയാണോ ലെങ്ത് എടുത്തത് അതിൽ നിന്നൊരു 4 ഇഞ്ച് കുറച്ചിട്ട് വേണം നിങ്ങൾ ലൈനിങ്ങിന് ലെങ്ത് എടുക്കാൻ കേട്ടോ. ഈ 2 കാര്യങ്ങളാണ് ബബിൾ സ്കേർട്ടിൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ സ്കേർട്ടിന് എത്രയാണോ ലെങ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനോടൊപ്പം ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ കൂടുതൽ എടുക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലൈനിങ്ങിന് നമ്മൾ മെയിൻ സ്കേർട്ടിൽ നിന്ന് ഒരു 4 ഇഞ്ച് കുറച്ച് വേണം ലൈനിങ്ങിനും എടുക്കാൻ. ഈ 2 കാര്യങ്ങൾ ഈ ഒരു സ്കേർട്ട് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയെല്ലാം സിമ്പിളാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ചെയ്യുന്നത് നമ്മുടെ സീം അലവൻസ് കൊടുക്കുകയാണ്. നമ്മളൊരു 1/2 ഇഞ്ച് മാറ്റി തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്കേർട്ടിൻ്റെ താഴ്ഭാഗവും നമ്മൾ ടോട്ടൽ ലെങ്ത് നമ്മുടെ ടേപ്പിൻ്റെ ഫാബ്രിക്കിൻ്റെ കോർണർ പോയിന്റിൽ വെച്ച് കറക്റ്റാക്കി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ക്വാർട്ടർ സർക്കുലർ സ്കേർട്ടിൻ്റെ കട്ടിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും മെയിൻ സ്കേർട്ട് എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മുടെ എല്ലാ കളികളും ഇരിക്കുന്നത്. കാരണം നമ്മൾ ബബിൾ സ്കേർട്ട് ചെയ്യുമ്പം ഗ്യാദേഴ്സും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് നമ്മൾ ഈ ഒരു മെയിൻ സ്കേർട്ടിലാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്കേർട്ടിൻ്റെ 2 ഭാഗത്തും മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഒരു 1/2 ഇഞ്ച് മാറ്റി ഒന്ന് ലൂസ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫാബ്രിക് അത്യാവശ്യം നല്ല തെന്നലാണ്, തയ്ക്കാനായിട്ട് തെന്നി പോകും, അത്യാവശ്യം നല്ല പാടാണ്. അപ്പം നിങ്ങൾ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ തന്നെ ഞാൻ താഴ്ഭാഗവും ഒന്ന് 1/2 ഇഞ്ച് മാറ്റിയിട്ട് ലൂസ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ലൂസ് സ്റ്റിച്ച് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചുരുക്കുന്നത് താഴ്ഭാഗത്താണ്. അതായത് നമ്മൾ ഗ്യാദേഴ്സ് ആദ്യം കൊടുക്കുന്നത് നമ്മൾ താഴ്ഭാഗം സ്കേർട്ടിന്റെ താഴ്ഭാഗത്തെടുത്താണ് നമ്മൾ ഗ്യാദേഴ്സ് ആദ്യം കൊടുക്കുന്നത്. അപ്പം എത്ര ലെങ്ത്തിലോട്ടാണ് നമ്മളത് ചുരുക്കി എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ലൈനിങ് തുണി എടുക്കുക. അതായത് നമ്മുടെ ക്വാർട്ടർ സർക്കുലർ സ്കേർട്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് തുണി ഉണ്ടല്ലോ, അതിൻ്റെ താഴ്ഭാഗത്തെ ലെങ്ത് ഒന്ന് നമ്മൾ മെഷർ ചെയ്ത് നോക്കുക. അതെത്രയാണെന്ന് നമുക്ക് നോക്കുക. ആ ലെങ്ത്തിനനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ മെയിൻ തുണിയുടെ ലെങ്ത് ചുരുക്കിയെടുക്കാൻ. ഇപ്പം നമുക്ക് ലൈനിങ്ങിൽ ഒരു 36 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മെയിൻ സ്കേർട്ടിൻ്റെയും താഴ്ഭാഗത്തെ ലെങ്ത് ഇതേപോലെ ഗ്യാദേഴ്സ് ഇടുമ്പോൾ നമ്മൾ ചുരുക്കി 36 ഇഞ്ചിലോട്ട് ആക്കിയെടുക്കുക. അപ്പം അങ്ങനെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ എന്ന്. അപ്പം നമ്മൾ ലൈനിങ് ആണ് നമ്മുടെ മീഡിയേറ്റർ ആയിട്ട് നമ്മളിവിടെ വെക്കുന്നത്. ഈ ലൈനിങ്ങിൻ്റെ മെഷർമെൻറ്റ്സിനനുസരിച്ചായിരിക്കും നമ്മുടെ മെയിൻ തുണീനെ മെഷർമെൻറ്റ്സ് നമ്മൾ ചെറുതാക്കുന്നത്. അപ്പം രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് ഞാൻ പിൻ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ഓർഗാൻസ ഫാബ്രിക് എന്ന് പറയുന്നത് നല്ല തിന്നായതുകൊണ്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ കുറച്ച് പാടാണ്, തെന്നിപ്പോവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ താഴ്ഭാഗം ചെയ്തതുപോലെ തന്നെ മുകൾ ഭാഗവും ഞാൻ ഗ്യാദേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ലൈനിങ്ങിൻ്റെ മുകൾ ഭാഗത്തെ ലെങ്ത് എത്രയാണെന്ന് നിങ്ങൾ നോക്കുക. ആ ലെങ്ത്തിനനുസരിച്ച് വേണം നമ്മുടെ ഓർഗാൻസ തുണിയും നമ്മൾ ഇതേപോലെ ചുരുക്കി എടുക്കാനായിട്ട്. അങ്ങനെ അതും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതും നമ്മൾ പിൻ ചെയ്ത് വെക്കുക. പിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് താഴ്ഭാഗമാണ് കേട്ടോ. നമ്മൾ മുകൾ ഭാഗം പിന്നീടേ സ്റ്റിച്ച് ചെയ്യത്തുള്ളൂ. താഴ്ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് പ്രോസസ്സ് എല്ലാം സിമ്പിളാണ്, നിങ്ങളതൊന്ന് കണ്ടിട്ടു.
ഈ ഒരു സ്കേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമ്മൾ ഈ ഒരു സ്കേർട്ട് ചെയ്യുമ്പോൾ ഫാബ്രിക് തിരഞ്ഞെടുക്കുന്നതിലൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഓർഗാൻസനെക്കാട്ടിലും എന്തുകൊണ്ടും കുറച്ചും കൂടെ നല്ല ഫാബ്രിക് കോട്ടൺ ഫാബ്രിക്, സാറ്റിൻ ഫാബ്രിക്, അതായത് കൂടുതലും പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക്സ് ആണെന്ന് എനിക്ക് തോന്നി. കാരണം ഈ ഒരു സ്കേർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ബബിൾ ഇഫക്റ്റ് ആണ്. അപ്പോൾ ആ ഒരു ബബിൾ ലുക്ക് നമുക്ക് കുറച്ചും കൂടെ എടുത്തറിയുന്നത് പ്ലെയിൻ ഫാബ്രിക്കിലായിരിക്കും. കോട്ടൺ ആണെങ്കിൽ കുറച്ചും കൂടെ കട്ടിയുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ അത് അതിൻ്റെ ആ ഒരു ബബിൾ ഫീൽ കുറച്ചും കൂടെ കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഓർഗാൻസ എന്ന് പറയുമ്പോൾ ഭയങ്കര തിന്നാണല്ലോ. അപ്പോൾ ഓർഗാൻസയിൽ ചെയ്യുന്നതിൽ എന്തുകൊണ്ടും ബെറ്റർ കോട്ടൺ ഫാബ്രിക്കിൽ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുന്നത് ഇത് എന്തിലായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇത് അങ്ങനെ ചെയ്താൽ ശരിയാവില്ല, ഇത് ഇങ്ങനെ ചെയ്യുന്നതായിരുന്നു നല്ലതെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ നമ്മുടെ ബബിൾ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇത് നമുക്ക് കുട്ടികൾക്ക് ഫ്രോക്കിനൊക്കെ ചെയ്യാൻ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണമെന്ന്. അങ്ങനെ എടുത്തുകൊണ്ട് കണ്ടോ നമ്മുടെ സ്കേർട്ടിൻ്റെ ആക്ച്വൽ ലെങ്ത് 12 ഇഞ്ച് തന്നെ കിട്ടി. അങ്ങനെ എടുത്തില്ലായിരുന്നെങ്കിലോ സ്കേർട്ടിൻ്റെ ലെങ്ത് കുറഞ്ഞു പോയാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.